ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 9ാം നാളും രക്ഷാ ദൌത്യം തുടരുകയാണ്. കഡാവർ നായകളെ അടക്കം ഉപയോഗിച്ചാണ് സൈന്യത്തിന്റെ തെരച്ചിൽ. സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലും തുടരുകയാണ്. ചൂരൽമലയിൽ നിന്നും വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ചൂരൽമലയിൽ ഇന്ന് 9ാം ദിവസം നമുക്ക് കാണാനാവുക എന്തൊക്കെയാണ്? മോത്തി, ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഈ ഹിറ്റാച്ചികളും JCBകളൊക്കെ നമുക്ക് കാണാം. തെരഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും തിരയുകയാണ് ഒരാവർത്തി കൂടി. നിരവധി വീടുകളുള്ള മേഖലയാണ്. ഈ വെള്ളാർമല ഹൈസ്കൂൾ കഴിഞ്ഞ് ആ വീടുകൾ റെസിഡൻഷ്യൽ ഏരിയ തുടങ്ങുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. 2-3 വീടുകളുടെ പരിസരത്താണ് നിൽക്കുന്നത്. ആ വീടിന്റെ പോർച്ചിലുള്ള കാറൊക്കെ നമുക്ക് കാണാം. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല, പക്ഷേ ചെളി ആടിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും തകർന്ന വീടുകൾ മാത്രമാണുള്ളത്. ഇതൊക്കെ അതിന്റെ അവസാന ഭാഗമാണ്. പുഴയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള മേഖലയാണ്. എന്തായാലും ഇപ്പോൾ JCBയുടെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇന്നിപ്പോ എന്താ നിർദ്ദേശം എന്തെങ്കിലും വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ നോക്കുന്നത്? ഇന്നലെ മുകളിൽ പാറക്കല്ലുകൾ മാറ്റി തിരയുകയായിരുന്നു. ഇന്നലെ നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും തെരഞ്ഞിട്ട് എടുത്തോ? എന്തെങ്കിലും ഇന്നലെ തെരഞ്ഞിട്ട് കിട്ടിയിരുന്നു. ഈ ഭാഗത്ത് ഏകദേശം ഇപ്പോ തെരച്ചിൽ എല്ലാ സ്ഥലത്തും എത്തിയില്ലേ? ഈ 2 വട്ടം എല്ലാവരും തെരഞ്ഞു. ഈ 2 വട്ടം തെരഞ്ഞു. ഈ വഴി അങ്ങോളം ക്ലിയർ ആയോ? ഒരുവിധം വണ്ടികളൊക്കെ മുകളിലെത്തും. അവസാനത്തെ വീട് വരെ എത്തും. ക്ലിയർ ആണ്. ഇന്നിപ്പോ നിർദ്ദേശത്തിന് കാത്തിക്കാണ്. അതാണ് ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്നൊരു നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണ് JCB ഓപ്പറേറ്റർമാരൊക്കെ. നിലമ്പൂരിൽ നിന്നും മലപ്പുറം ഭാഗത്തു നിന്നും ഒക്കെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. പുഴയിൽ തിരയുന്ന ഹിറ്റാച്ചി നമുക്ക് കാണാം. ഈ പുഴ ഗതിമാറിയൊക്കെ ഒഴുകിയിട്ടുണ്ട് പല ഭാഗത്തും. ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കൈയിലേക്കും സംഘങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വെള്ളാർമല പുതിയ വില്ലേജ് ഓഫീസർ പരിസരത്തൊക്കെ വീണ്ടും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു സ്ഥലവും നോക്കാതെ വിടുന്നില്ല. വിട്ടുപോയ സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. തെരഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും തിരയുന്നുണ്ട്. കാലാവസ്ഥ മാറി വെയിൽ വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പല ഭാഗങ്ങളും ചെളി മാറി ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിന് അടിയിലേക്ക് കുഴിച്ച് തെരച്ചിൽ നടത്തണമെങ്കിൽ ഇനി വലിയ രീതിയിൽ മണ്ണ് മാറ്റേണ്ടി വരും. പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളും ഒക്കെ ഏറെക്കുറെ മാറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റു ഭാഗത്തേക്ക് ഇട്ടു. അത്തരം സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തി. ഇനിയും ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന നിർദ്ദേശത്തിനായി ഇവർ കാത്തു നിൽക്കുകയാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകർ പല മേഖലകളിലായി ഇതുപോലെ എത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തെരച്ചിൽ തുടരുകയാണ്. മോത്തി, കമൽ, ഈ എല്ലാ ഭാഗത്തും തിരച്ചിൽ തുടരുന്ന സമയത്ത് അവിടെ ഈ കഡാവർ നായകളുടെ സേവനമുണ്ടോ? ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ദുർഗന്ധമുണ്ടാവുന്ന മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്താനുള്ളൊരു ശ്രമമാണ് എന്ന്. ആ തരത്തിൽ ഏതെങ്കിലും മേഖലകൾ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ അത്തരം മേഖലകളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. നായകളുടെ സാന്നിധ്യം ചൂരൽമലയിൽ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിട്ടില്ല. മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഉള്ളത് ഈ വെള്ളാർമല ഹൈസ്കൂളിന്റെ ഭാഗത്താണ്. ഹൈസ്കൂൾ കെട്ടിടം ത്തിന്റെ സമീപത്ത് കൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിന്റെ ഭാഗത്താണ്. അതിനുള്ളിൽ ഇപ്പോൾ NDRFന്റെ സംഘവും അതുപോലെ വോളണ്ടിയർമാരും തിരച്ചിൽ നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് തിരച്ചിൽ നടത്തുന്നത്. അവിടെ നിന്നും ഒരുപാട് അകലെ കുറെ താഴെയായിരുന്നു പുഴ. പക്ഷേ ഏതാണ്ട് ഈ 1ാം നിലയുടെ ലെവലിലാണ് അന്ന് വെള്ളം ഒഴുകിയതും ചെളി വന്നടിഞ്ഞതുമൊക്കെ. അതിനേക്കാൾ ഉയരത്തിൽ പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അതിനകത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഇന്ന് ഇങ്ങോട്ടൊക്കെ വരും, ഈ വീടുകളൊക്കെ അന്വേഷിച്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. ക്യാമ്പിലുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾ വന്നിരുന്നു. പക്ഷെ നമ്മൾ നിൽക്കുന്ന മേഖല
മേഖലയിൽ വീടുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. സാധനങ്ങളൊന്നും ആരും എടുത്തിട്ടില്ല, വന്ന് വീട്ടുടമസ്ഥർ എത്തി എടുത്തിട്ടുമില്ല. ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഭാഗത്തെ വീടുകൾക്ക് അത്ര വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അകത്തേക്കൊക്കെ ചെളിയും വെള്ളവും അടിച്ചു കയറിയ വീടുകളാണ്. എങ്കിലും ആളുകളൊക്കെ അന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിനകത്ത് ചെളി കാണാൻ നമുക്ക്, അത് ഇപ്പോഴും മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. അവിടെ കൂടുതൽ ആളുകളുണ്ട്, വളണ്ടിയർമാരും NDRF സംഘങ്ങളുമുണ്ട്. JCBകൾ ഏത് ഭാഗത്ത് തെരയണമെന്നുള്ള ഒരു നിർദ്ദേശത്തിനായി ഇവർ കാത്തു നിൽക്കുകയുമാണ്. മോത്തി. ശരി കമൽ, ഇന്ന് 9ാം ദിവസവും ചൂരൽമലയിൽ നിന്ന് കാണാനാവുന്ന കാഴ്ച ഇതുതന്നെയാണ്. തെരച്ചിലും ഒപ്പം ഈ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞത് നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലാണ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.